നമസ്കാരം, ഞാൻ ജോസ് ചിത്ര. ഇന്നലെ ഞാൻ എമ്പുരാൻ കണ്ടു. കാരണം നാളെ സെൻസറിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ 17 ഭാഗങ്ങൾ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ബാലൻസ് പോലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇന്ന് മോർണിംഗ് ഷോ ആണ്. അപ്പോൾ അതാണ് 3:15 രാവിലത്തെ ഷോയ്ക്ക് ഞങ്ങൾ പോയത്. പടം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റാണ്. പക്ഷേ എന്നാൽ സൂപ്പർ പടമാണ്. അതിൻ്റെ അകത്തൊരു കത്തിവെക്കേണ്ട ഒരു കേസൊന്നും എനിക്ക് തോന്നണില്ല. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കണേ. അതിപ്പോൾ ഒരു പ്രശ്നമായിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. കാരണം എല്ലാവരുടെ ഉള്ളിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ചുമ്മാ പറഞ്ഞപ്പോൾ അതിൻ്റെ പേര് തമ്മിൽ തല്ലാന്നുള്ളതല്ലാതെ വേറെ അതിൻ്റെ അകത്തൊരു സംഭവമില്ല. കാരണം വേറെ എന്തോരം അങ്ങനെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ആക്ഷൻ പടങ്ങൾ, മോഡലുള്ള പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൂടുതലും ഒരാളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പിന്നെ ഒരു ചർച്ച പോലെ ആവില്ലേ. ചർച്ച ആവരുതായിരുന്നു. കാരണം ഇപ്പോൾ ചർച്ചയായി കഴിഞ്ഞ് ഇപ്പോൾ ഈ ആൾക്കാരിലാണ്ട് പിന്നീട് ഓർത്ത് ചിലപ്പോൾ മറക്കാൻ പറ്റില്ലാത്തവർക്ക് ഓർത്ത്. കാരണം ഈ ചാനൽ ചർച്ചകളൊക്കെ പിന്നെ ഇതിൻ്റെ അകത്ത് കിടക്കുകയാണ്. ഇപ്പോൾ ഈ യൂട്യൂബിൽ ഇതെല്ലാം കിടക്കുന്ന പിന്നീട് ഇങ്ങനെ ആൾക്കാർ കണ്ട് അത് പിന്നെ ആൾക്കാരുടെ ഉള്ളിലേക്ക് പിന്നെയും തറച്ച് കയറുക. അത് ഒരിക്കലും ഇതൊരു സംഭവമായിട്ട് എടുക്കേണ്ട കേസില്ലായിരുന്നു. കാരണം ഇപ്പോൾ സിനിമയാണെങ്കിൽ പോലും അത് പിന്നെ ഒത്തിരി അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ ആൾക്കാർ പിന്നെ സെർച്ച് ചെയ്ത് അങ്ങനെ നോക്കുക വളരെ കുറവാണ്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയുള്ളൊരു ഈ എന്താ ചാനലിൽ വന്നിട്ടുള്ള ചാനൽ ചർച്ചകളും ഇവന്മാർ തമ്മിലുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറിയും വഴക്കും ഇതെല്ലാം കൂടെ കാണുമ്പോൾ ആൾക്കാർ പിന്നെയും ഇത് സംഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കും. അത് ഒരിക്കലും ഈ ലോകത്തുനിന്ന് തന്നെയാണ് പോകില്ല. പിന്നെ ഈ പടം കാണാനുള്ളവരെല്ലാവരും കണ്ടു. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. കാരണം ഷോ കണ്ടിന്യൂസ് ഇങ്ങനെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്, രാത്രിയും പകലും ഇതെല്ലാം. അതിനെല്ലാം നല്ല ആളുണ്ട് താനും. ഇത് ആർക്കാണ് അതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ട് വന്നേക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം. കാരണം എനിക്കറിയാവുന്ന ഒത്തിരി പേര് ഇപ്പോൾ ഈ പറഞ്ഞ ഒത്തിരി ആൾക്കാർ കണ്ടതായിട്ട് കാണുന്നത് എനിക്കറിയാം. അത് ഒത്തിരി പേര് കണ്ടതൊക്കെ പരിചയമുള്ളവരൊക്കെ വന്ന് കാണാൻ വന്നതൊക്കെ എനിക്കറിയാം. അപ്പോൾ ആർക്കും അതിൻ്റെ അകത്ത് വേറെ എതിരഭിപ്രായമൊന്നും അവിടെ വെച്ചാലും പറയുമോ അല്ലെങ്കിൽ ഒരു വിഷയങ്ങളോ ഇല്ല. ഇത് ചുമ്മാ ഇതിൻ്റെ അകത്ത് ആൾക്കാരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുക എന്നുള്ളതല്ലാണ്ട് ഒരു സിനിമ കണ്ടിട്ട് അതിനെ വിലയിരുത്താനോ അല്ലെങ്കിൽ അതേപോലുള്ള ആൾക്കാരോട് തമ്മിലുണ്ടാക്കാൻ ആരും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഒരു എന്താ ബോളിവുഡ് മോഡലൊരു സിനിമ പൃഥ്വിരാജ് ചെയ്തല്ലോ, അതാണ് എനിക്ക് അതിനെ ഇതിലോട്ടൊരു ഭയങ്കര താല്പര്യം. പിന്നെ മോഹൻലാലിനെ അതിൻ്റെ അകത്ത് കുറച്ച് റോളുള്ളൂ, കുറച്ച് ഡയലോഗുള്ളൂ. മോഹൻലാൽ തന്നെ അതിൻ്റെ അകത്ത് നടന്നിരുന്നത്. മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരാളും അതിൻ്റെ അകത്ത് ഗസ്റ്റ് റോൾ വന്നാൽ പോലും നമുക്കറിയാം അവരാണ് അതിൻ്റെ അകത്ത് കയ്യടി വന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പൃഥ്വിരാജിന് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് അതിൽ കൂടുതൽ റോളുകളുണ്ട്. കാരണം പുള്ളിക്ക് അതിൻ്റെ അകത്ത് കുറച്ച് സീനുള്ളൂ. അതിൻ്റെ അവസാനത്തിൽ കുറേ നേരം ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഇടയ്ക്ക് അങ്ങനെ കുറച്ച് സീനുകൾ പുള്ളിക്കുണ്ട്. മോഹൻലാൽ തന്നെയാണ് അതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ആ പടം നല്ല സൂപ്പർ ഹിറ്റായിട്ട് പോവുകയും ചെയ്തു, രക്ഷപ്പെടുകയും ചെയ്തു. നല്ലൊരു പടമാണ്.